ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷനാണ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ചെയ്യണത്. ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് റിഗ്രഷനാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നെയ്ബേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. നിങ്ങൾക്കറിയാം നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണെന്ന് അറിയാം. നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അതൊരൊറ്റ ലൈനുള്ളൂ. അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് അത് ചെയ്യണത് കുറേ പ്രോബബിലിറ്റിയും അതേപോലത്തെ കാര്യങ്ങളും നെയ്ബേഴ്സിൻ്റെ തിയറം വെച്ചിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്ത സെയിം ഡാറ്റ സെറ്റിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യണേ. അത് കാരണം തന്നെ ഈ ട്രെയിൻ ഡാറ്റയും ടെസ്റ്റ് ഡാറ്റയായിട്ട് സ്പ്ലിറ്റ് വരെ ചെയ്യണതും അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണ വരെയുള്ള സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത സെയിം ഡാറ്റ സെറ്റാണ്. അതുകൊണ്ടാണ് അതിന് വീണ്ടും പറഞ്ഞ് വീഡിയോ ലെങ്തി ആക്കണ. അപ്പോൾ അതുവരെ ഉള്ളത് സെയിം ആണ്. അത് കഴിഞ്ഞിട്ടാണ് മോഡലിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്ബേഴ്സാണ് അപ്ലൈ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോഷ്യൻ NB എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ഇരിക്കണത് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്കെയിലുള്ളൊരു സബ് പാക്കേജിലാണ് ഇത് ഇരിക്കണത്. അപ്പോൾ ആദ്യം അത് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ മോഡൽ എന്ന് പറഞ്ഞ പേരാണ് ഇവിടെ ഞാൻ ഇട്ടേക്കണേ. അതിന് വേണ്ടിയിട്ട് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ഞാൻ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തേക്കണേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ സ്റ്റെപ്പും സെയിം ആണ്. നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനിൽ ചെയ്തത് തന്നെയാണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ നമ്മൾ ഉപയോഗിച്ചെന്തായിരുന്നു ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ മോഡലാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗോഷ്യൻ NB എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് അപ്ലൈ ചെയ്യണേ. അത് നെയ്ബേഴ്സിൻ്റെ ക്ലാസിഫയറിൻ്റെ മോഡലാണ്. ആ സാധനം മോഡലിലേക്ക് വെച്ചാൽ ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ്. നമ്മൾ ആദ്യം തന്നെ അത് മോഡലിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്ത് പ്രഡിക്ഷൻ നടത്തും. അതിൻ്റെ ഔട്ട് കിട്ടും. ഇത് പിന്നെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റയുടെ കൺഫ്യൂഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെയാണ്. ലാസ്റ്റ് മോഡലിൻ്റെ പെർഫോമൻസ് ഇത് നമ്മൾ ഓൾറെഡി ലാസ്റ്റത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിലാകെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ഭാഗത്താണ് ഇവിടെ ചേഞ്ച് വന്നുള്ളൂ. മോഡൽ ഫിറ്റ് ചെയ്യണോടത്ത് മാത്രമേ ചേഞ്ച് വന്നുള്ളൂ. നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ചതിന് പകരം ഇവിടെ വന്നത് ഗോഷ്യൻ NB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നോക്കാം.